നമസ്കാരം, ഫീനിക്സ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വേറിട്ടൊരു വിഷയമാണ്. ഓരോ ദിവസവും വാഹനാപകടങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഒരു ദിവസം ശരാശരി 10 പേർ കേരളത്തിൽ റോഡപകടങ്ങളിൽ മരണപ്പെടുന്നു. അതിൻ്റെ പല മടങ്ങ് ആൾക്കാർ പരിക്കേറ്റ് ചികിത്സയിലാകുന്നു, ജീവച്ഛവങ്ങളാകുന്നു. ഈ വാർത്തകളൊക്കെ സാധാരണ സംഭവമെന്നോണം നമ്മൾ ദിവസവും കാണുന്നു, കേൾക്കുന്നു. ഈ കഴിഞ്ഞ വർഷം, അതായത് 2024-ൽ 3714 പേരാണ് റോഡ് അപകടങ്ങൾ കേരളത്തിൽ മരിച്ചത്. അപകടങ്ങളുടെ എണ്ണം 48,836. അതായത് ഒരു ദിവസം ശരാശരി 133 അപകടങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ 2023-ൽ 4080 പേർ മരണപ്പെട്ടിരുന്നു. സർക്കാർ വളരെ കാര്യക്ഷമമായി ചില പരിഷ്കാരങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ടാണ് മരണസംഖ്യ ഈ കഴിഞ്ഞ വർഷം കുറഞ്ഞതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനുദിനം പെരുകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് റോഡുകൾ വികസിക്കുന്നില്ല. നമ്മുടെ റോഡുകളുടെ അവസ്ഥ ഇനിയും ഒത്തിരി മെച്ചപ്പെടാനുണ്ട്. നല്ല വാഹനത്തിലേക്കുള്ള റോഡിലുണ്ടാകുന്ന കുഴികൾ യഥാസമയം അടയ്ക്കാനും അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനും അധികൃതർ തയ്യാറാകും. വണ്ടി ഓടിച്ചു വരുമ്പോൾ പെട്ടെന്ന് കാണുന്ന കുഴികൾ ഒഴിവാക്കാൻ വേണ്ടി ഡ്രൈവർമാർ വണ്ടി വെട്ടിക്കുന്നു. മറ്റു വാഹനങ്ങളിൽ ആ സമയത്ത് ഇടിച്ച് ദിവസവും അപകടങ്ങൾ ഉണ്ടാകുന്നു. കുഴിയിൽ ചാടി തെറിച്ചു വീണ് ഇരുചക്ര വാഹന യാത്രികർക്ക് അപായം സംഭവിക്കുന്നു. ജലജീവൻ പദ്ധതിക്ക് വേണ്ടി കുഴിച്ച ഗ്രാമീണ റോഡുകളൊന്നും തന്നെ പഴയപടി ആക്കിയിട്ടില്ല. റോഡ് ടാക്സ് അടച്ചില്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കൃത്യമായി തന്നെ പിഴ അടപ്പിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യും. എന്നാൽ റോഡിലെ കുഴി അടയ്ക്കാത്തതിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങൾക്കും ജീവഹാനിക്കും മറ്റും ആർക്ക് പിഴയിടും? അപകടങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമിതവേഗതയും അശ്രദ്ധയും പിന്നെ മദ്യപിച്ചുള്ള ഡ്രൈവിങ്ങും ഒക്കെ തന്നെയാണ്. റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കാതെ പലരും തോന്നിയ പോലെ വാഹനം ഓടിക്കുന്നു. മറ്റാർക്കെങ്കിലും തടസ്സമുണ്ടാകുമോ എന്നൊന്നും നോക്കാതെ തോന്നിയിടത്തൊക്കെ പാർക്ക് ചെയ്യുന്നു. കാൽനട യാത്രക്കാർ അലസമായി റോഡിൽ നെടുകയും കുറുകയും ഒക്കെ നടക്കുന്നു. റോഡിൻ്റെ അരികു പറ്റി നടക്കുന്നത് ചിലർക്ക് വലിയ കുറച്ചിൽ തന്നെയാണെന്ന് തോന്നുന്നു. മത രാഷ്ട്രീയ ഭക്തി പ്രകടനങ്ങൾ ഒക്കെ തന്നെ തിരക്കുള്ള റോഡിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഒരു ആംബുലൻസ് പോലും കടന്നു പോകാനായിട്ട് പാടുപെടും. മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമായി മാറിയിരിക്കുന്നു. സാക്ഷരത, ആയുർദൈർഘ്യം, അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ തുടങ്ങി ഏതാണ്ട് എല്ലാ മേഖലയിലും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കേരളം റോഡ് അപകടങ്ങളുടെ കാര്യത്തിലും മുന്നിൽ തന്നെയുണ്ട്. തമിഴ്നാടും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ. ജീവഹാനി ഉണ്ടാകുന്നതും ഭൂരിപക്ഷവും 18-നും 45-നും മധ്യ പ്രായമുള്ളവരാണെന്ന് ഓർക്കണം. വീടിനും നാടിനെയും നയിക്കേണ്ടവരാണ് അവർ. സർക്കാരും മാധ്യമങ്ങളും പൊതുസമൂഹവും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം തന്നെയാണിത്. ഈ വിഷയത്തിൽ വിവിധ മേഖലയിലെ ആൾക്കാരുടെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 30 വർഷത്തിലേറെയായി യാത്രാ ബസ് ഓടിക്കുന്ന 2 ഡ്രൈവർമാരെ അവരുടെ വാക്കുകൾ നമുക്ക് പങ്കുവയ്ക്കാം. മുമ്പ് വിവരിച്ച റോഡ് സാഹചര്യങ്ങളും വിവിധങ്ങളായിട്ടുള്ള തടസ്സങ്ങളും ഒക്കെ തരണം ചെയ്ത് കൃത്യസമയം പാലിച്ച് യാത്രക്കാരെയും കൊണ്ട് സുരക്ഷിതമായി വണ്ടി ഓടിക്കേണ്ടവരാണ് ബസ് ഡ്രൈവർമാർ. ഏറ്റവും കൂടുതൽ പഴിയും പരാതിയും ഏറ്റുവാങ്ങേണ്ടി വരുന്നതും ബസ് ഡ്രൈവർമാർ തന്നെയാണ്. ആദ്യമായി നമുക്ക് 35 വർഷത്തിലേറെയായിട്ട് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ശ്രീ പ്രതാപൻ്റെ വാക്കുകൾ കേൾക്കാം. ഏറ്റവും പേടിക്കുന്നത് കാറുകാരെയാണ്. ലേഡീസാണ് നമുക്കറിയാം, ലേഡീസാണെന്ന് അറിയാം. അത് നമ്മളതനുസരിച്ചേ പോകുള്ളൂ. അതും ചെറുപ്പക്കാർ പിള്ളേർ കാർ ഓടിച്ച് പോകുന്നു. അവർക്ക് ഒന്നിൽ വഴിയുടെ നടുക്കൊന്നും മാറ്റി തരികയില്ല. നമ്മളീ സമയമില്ലാത്ത സമയങ്ങളായിരിക്കും എന്തെങ്കിലും നിർത്തി മുമ്പാരെമ്മം ചെയ്താൽ മാറ്റി തരും. ഓൺ അടിച്ചു കഴിയുമ്പോൾ കൊണ്ട് വട്ടം വിലങ്ങി ഇടുക, തെറി പറയുക. അല്ലല്ലോ, അപ്പോൾ പരിചയക്കുറവൊന്നുമല്ല. അതിന് പരിചയക്കുറവൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു അഹങ്കാരം കാണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ബൈക്കുകാരാണേലും നേരെ കൊണ്ടുവന്ന് വെട്ടിക്കുക, മിടുക്ക് കാണിക്കുക. നമ്മൾ ഇതിനകത്ത് യാത്രക്കാരെ കൊണ്ടല്ലേ പോകുന്നത്. ഈ യാത്രക്കാർക്ക് അറിയത്തില്ല. നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ യാത്രക്കാർ അറിയുന്നില്ല സംഭവം എന്നാന്നുള്ളത്. അവർ നമ്മളെ തെറി വിളിക്കുന്നത്. അതിനും തെറി കേൾക്കുന്നത് ഞാനാണ്, ഡ്രൈവർമാരെ തെറി കേൾക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ഒരു സിഗ്നൽ വരുന്നു, അല്ലെങ്കിൽ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് തിരിഞ്ഞു വരുന്നു. എന്നാൽ ഇടത്തുനിന്നും വലത്തുനിന്നും വണ്ടി വരുന്നുണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെയാണ് വണ്ടി കയറിഞ്ഞ് പോരും. അതുപോലെ തന്നെ ഒരു ട്രാഫിക് ഒരു ശകലം ബ്ലോക്കുള്ള സ്ഥലത്ത് ഒരു സെക്കൻഡ് വണ്ടി ഒന്ന് കാലയച്ചു കൊടുത്താൽ മതി. ആ ബ്ലോക്കില്ലാതെ കടന്നു പോകും വണ്ടി. അത് ആ കാലയച്ചു കൊടുക്കില്ല, നേരെ കൊണ്ട് അവിടെ ചവിട്ടി വെച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ഒരു ആംബുലൻസ് വന്നാൽ പോലും ഒരു 10 മിനിറ്റ് എടുക്കുക ആ ബ്ലോക്കൊന്ന് ഒഴിവായി വരണമെങ്കിൽ. അത് ഇവൻ ഒറ്റ ഒരുത്തം കാണിക്കും. ഈ കാറിൽ പോകുന്ന ഒരുത്തൻ ഒറ്റയാൾ കാണിക്കുന്ന ഒരു വൃത്തികേടാണ്. 10 മിനിറ്റ് നേരത്തെ ഒരു ആംബുലൻസ് വന്നാൽ പോലും പോകാൻ മേലാത്ത രീതി അവിടെ ബ്ലോക്കായി കിടക്കുന്നു. ആ സമയം അങ്ങനെയുള്ള വഴി വരുമ്പോൾ ഒരു സെക്കൻഡ് കാലയച്ചു കൊടുക്കുമോ, അല്ലെ ഒന്ന് ബ്രേക്ക് ചവിട്ടി കൊടുത്താൽ അവൻ പൊക്കോട്ടെന്നൊരു ധാരണ വെച്ചാൽ ഒരു അപകടവും ഉണ്ടാകുന്നില്ല, ഒരു വഴി ബ്ലോക്കും ഉണ്ടാകുന്നില്ല, ഒന്നുമില്ല. ഇത് എല്ലാവരും ശ്രദ്ധയില്ലാത്തവരാരുമില്ല. ആ കാട്ടായം കാണിച്ചിട്ട് അവന് ഒരു കിലോമീറ്റർ അപ്പുറം കൊണ്ട് ഒതുക്കിയിടാനായി പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു കോഴിയെ പോലും കയറ്റാൻ നമ്മൾ പോകുന്നു. നമ്മുടെ കീഴിലോട്ട് നേരിട്ട് വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അത് ഒരുത്തം പറയാണ്ട് അവൻ മനഃപൂർവ്വം ചെയ്താന്ന് പറയും.
അങ്ങനെ പയ്യെ നമ്മൾ ചിലപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയായിരിക്കാം. നിർത്തിയിട്ടതിൻ്റെ വണ്ടി കീഴെ വന്ന് കയറി കഴിഞ്ഞാൽ പറയണം അവനെ ഓവർ സ്പീഡായിരുന്നു പറയും. ഇത് 4 പേര് പറയുന്ന പോലീസുകാർ പരിക്ക് പോലും വേണമെന്നില്ല, ഇവനൊന്നും വീണാൽ മതി, അവൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് വീണാൽ മതി, നമ്മളെ കാരണക്കാരൻ. അന്നേരം അത് തല്ലിയാണ് 2 തല്ലുകയാണ് കുഴപ്പമില്ല. യാത്രക്കാരിരിക്കും തന്നെ കേൾക്കാൻ പറ്റാത്ത അനാവശ്യങ്ങളാണ് പറയുന്നത്. അത് ഈ വരുന്നവനും പോകുന്നതും എല്ലാം അങ്ങ് പറഞ്ഞുകൊണ്ട്. അതുപോലെ നെടുങ്ങാടപ്പള്ളി ഞാൻ വണ്ടി വിട്ടു വരിക, ഒരു ആക്റ്റീവായ 2 പേര്, ഇവർ വർത്താനം പറഞ്ഞു. ഒരാൾ ഫോണിൽ ഒരു ഫോണിങ്ങനെ ഓടിക്കുന്നവന് ഫോൺ കാണിച്ചു കൊടുക്കുക. ഞാനെന്നെ ഇത് ഓവർടേക്ക് ചെയ്ത് എറിഞ്ഞു പോന്നു. അയ്യോ വണ്ടി കൊണ്ട് വട്ടം വരങ്ങി വെച്ച് അവനെ തട്ടേണ്ടതായിരുന്നു. അപ്പോൾ വണ്ടിക്കകത്ത് യാത്രക്കാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഒരു വണ്ടിപ്പാടവരെ ഈ വണ്ടി വീതി കിടക്കുന്നു. ഇവനിടയ്ക്ക് ഇങ്ങനെ വെട്ടിച്ചും പറഞ്ഞു പോകുന്നു. നമ്മൾ ഓവർടേക്ക് ചെയ്ത് തെറ്റായിപ്പോയി. ആശുപത്രി ഇവിടെ കൊണ്ട് വട്ടം വരങ്ങി ഇട്ടു ഭയങ്കര തെറിയും ബഹളവും. യാത്രക്കാർ ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്നാ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും അവരെയും തെറി പറഞ്ഞു. പിന്നെ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇത് തൊഴിൽ ചെയ്യുന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരു വിഷയം ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഒരു ബസ് ഓടിക്കുന്ന അവൻ ജീവിക്കാൻ വേണ്ടിയാണ്, പിള്ളേരെ പോറ്റാൻ വേണ്ടിയാണ് ഈ എതിരെ വരുന്ന കാറുകാരനോ ബൈക്കുകാരനോ ഒന്ന് തോന്നിയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ തോന്നുകയില്ല. അന്നേരം ബസ് പോയാണ്ട് ഒരു ഭീകരനെ കാണുന്നില്ല. പിന്നെ അല്ല വൈകുന്നേരം വരെ 8 മണി 10 മണിക്കൂർ 12 മണിക്കൂർ ജോലി ചെയ്താലാ 1000 രൂപ കിട്ടുന്നത്. രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 10 മണിയാവും തീരുമ്പോൾ. എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. പരിചയക്കുറവ്, പരിചയക്കുറവുള്ള ഒന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾ 2 വീലറുകളൊക്കെ ഓടിക്കുമ്പോൾ അവർ നമ്മുടെ ബസ്സിൻ്റെ മുന്നിൽ വന്നിട്ട് ഇടപിടിയിൽ കാലുകുത്തി മുന്നോട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഇടപിടിയിൽ നിന്ന് തിരിയുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അങ്ങനെ ഉള്ള അപകടം ഉണ്ടാകും. പിന്നെ വലിയ വാഹനം ബസ് KSRTC പോലുള്ള ബസ്സുകളിൽ മുന്നേ ഇടത്തോട്ട് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും വാഹനത്തിൽ ഇത്ര നീളമുള്ളത് കൊണ്ട് അവരെ ഇടപിടിയിൽ നിന്ന് ചവിട്ടി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തൂടെ പോകാൻ പറ്റുകയില്ലാതെ ഇടപിടിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ അപകടം ഒഴിവാക്കാനായിട്ട് വെട്ടിച്ച് ഒഴിവാക്കാൻ നോക്കും. മറ്റ് വാഹനങ്ങൾ തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വലത്തോട്ട് തിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ബസ്സിന്റെ തൊട്ടടുത്ത് നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടാൽ അറിയാനും പറ്റത്തില്ല. ഇടപിടിയിൽ നിന്ന് അടുത്ത് നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ വാഹനം വലിയ വാഹനം ഓടിക്കുന്നവർ നൂരോട്ടും സൈഡ് മിററിൽ 2 മിററും നോക്കിയാണ് അവർ ഓടിക്കുന്നത്. അപ്പം മുന്നിൽ ഇടപിടിയിൽ നിന്ന് കാണിക്കുന്ന ഇതിൽ ഒരു അപകടത്തിന് കാരണമാവും. അതായത് തിരിയുന്ന എങ്ങോട്ടാണോ തിരിയേണ്ടത് ആ സ്ഥലത്ത് നിന്നും കുറച്ച് മുൻപേ തന്നെ അതിന് സമയം ഡിസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട്. ബസ്സാണെങ്കിൽ ഒരു ബസ്സിന്റെ അകലമാണ് പറയുന്നത്. അത് മുമ്പ് അതിന് സിഗ്നൽ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ സിഗ്നലിൽ കാണിക്കുക. പുറകെ വരുന്ന വണ്ടിക്കാരനത് അതിനുള്ള അവസരം കൊടുക്കണം അപകടം ഒഴിവാക്കാൻ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വലിയ വാഹനങ്ങൾ ബ്രേക്ക് ചെയ്ത് യാത്രക്കാരുമായിട്ട് പോകുന്ന വാഹനം ഇടപെടിയിൽ ബ്രേക്ക് ചെയ്താൽ വാഹനത്തിനുള്ളിലെ യാത്രക്കാർക്കും അപകടം സാധ്യത. അതാണ് അതിന്റെ ഒരു കാരണം. സംവിധാനം. അതോടൊപ്പം തന്നെ ഈ പണ്ടത്തെ സമയത്തിലുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്ര മിനിറ്റാണ്, 2-2.5 മിനിറ്റൊക്കെ സമയമാണ് 1 കിലോമീറ്റർ ഓടാൻ ബസ്സുകാർക്കൊക്കെ കൊടുത്തിരിക്കുന്ന സമയം. അപ്പോൾ അതിന് ഓടിയെത്താൻ പറഞ്ഞ് ഇപ്പോഴത്തെ ട്രാഫിക്കിൽ ചിലപ്പോൾ ഓടിയെത്താൻ പറ്റാതാവും. അപ്പോൾ അവർ സമയം എടുക്കാനായിട്ടുള്ള സമയം കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന ഇതിന് മുന്നിലാണ് ചില ആൾക്കാർ മനഃപൂർവ്വം ചില ഓണടിച്ചാലോ ഒക്കെ വൈരാഗ്യ ബുദ്ധിയോടെ ഇങ്ങനെയുള്ള മുന്നിൽ ഒന്ന് കുത്തിച്ചവിട്ടുക, വെട്ടിക്കുക, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒത്തിരി അനുഭവിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നമ്മുടെ മുന്നിൽ പല മത്സരങ്ങളായിട്ട് കാണിച്ച ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നെ മോശം ആംഗ്യം കാണിക്കുകയും തെറി പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം. അപ്പോൾ ഈ വാഹനമായിട്ട് കൊണ്ടു നടക്കുന്ന ആളിനെ ഈ വാഹനത്തിൻ്റെ കണ്ടീഷൻ അറിയത്തുള്ളൂ. എവിടെയും അവർ കൊണ്ടുപോയി മുന്നിൽ പോയിട്ട് കുത്തിച്ചവിട്ടുകയും വിലങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബൈക്കുകാർ വരെ കാണിക്കും. ബൈക്കുകാർ വരെ നമ്മുടെ മുന്നിൽ കാണിക്കാറുണ്ട്. വാഹനം, ചെറിയ വാഹനങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ KSRTC ഇപ്പം പോകേണ്ട അങ്ങനെയുള്ള ഒരു ഇതിൽ ഉള്ളവരും കാണും, പല മനോഭാവമുള്ളവർ കാണും. അതിപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് ഇപ്പം കിട്ടുന്നില്ല. ഇപ്പോൾ ഒത്തിരി സർക്കാർ സംവിധാനങ്ങളുണ്ട്. എന്നാൽ പോലും ഒത്തിരി ഓരോ അപകടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരോ നിയമങ്ങളും വരുന്നുണ്ട്. അപ്പം വണ്ടി കൊണ്ട് ഇടിച്ച് കഴിഞ്ഞിട്ട് പെർമിറ്റ് റദ്ദാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനകത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ബസ്സുകാർ നിരപരാധിയായിരിക്കും. ഒരു അപകടം ഒരു സഡൻ എത്രയെല്ലാം കാര്യങ്ങൾ ആ രീതിയിൽ ശ്രദ്ധിച്ചാണ് അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അമിതവേഗം എന്ന് പറഞ്ഞാൽ ബസ്സുകൾക്ക് ഇത്ര കിലോമീറ്ററിനുള്ളിൽ വേഗപ്പൂട്ട് സംവിധാനം ഉള്ളതാണ്. അത് മറ്റ് വണ്ടികൾക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത ഓടുന്നുണ്ടോ എന്നുള്ള കാര്യം സർക്കാർ ലെവലിൽ അത് ശ്രദ്ധിക്കണം. RTO ഒക്കെ സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അവരവരുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് വഴിച്ചുവിട്ട് ഓടുന്നവരും കാണുമായിരിക്കും. അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഓരോ ഈ ചെറുപ്പക്കാരായ ആൾക്കാർ ബസ്സുകളെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ ചെറുപ്പക്കാരായ പിള്ളേർ വന്നു കയറി പ്രൈവറ്റ് ബസ്സുകൾ ഓടിക്കുന്നതാണ്. അവർക്ക് ഒരു വാഹനത്തിലെ ഒരു ഇതായിട്ട് തോന്നുന്നു. അങ്ങനെയുള്ള ഡ്രൈവിങ്ങുകളും അപകടത്തിന് കാരണമാവും. അത് എതിരെ വരുന്ന വാഹനങ്ങളായാലും അതിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നെല്ലടക്കൊക്കെ ആയിരിക്കും. ജസ്റ്റ് അപകടങ്ങൾ വന്നു പോകുന്നത് എന്തെങ്കിലും മറ്റ് ചെറിയ അപകടമായിട്ട് മാറും. പിന്നെ കോമ്പറ്റീഷൻ പിടിക്കുന്ന കാര്യങ്ങളും വരുന്നുണ്ട്. ഒരാളുടെ സമയം എടുത്ത് സമയം കൊടുത്തിരിക്കുന്നത് കൂടാതെ റണ്ണിങ് ടൈം എന്ന് പറഞ്ഞാൽ ഇത്ര മിനിറ്റ് വെച്ച് കണക്ക് കൂട്ടി റണ്ണിങ് ടൈം ഉണ്ട്. അതിന് എല്ലാവരുടെയും അടുത്ത വണ്ടിക്കാരുടെ സമയം എടുത്തിട്ട് അമിത വേഗത്തിൽ വരുന്ന അപകടങ്ങളുമുണ്ട്. ബൈക്കുകാർ ഒന്നിച്ച് വരുമ്പം ഒരുത്തിനെ ഇങ്ങനെ ഒരു ഫസ്റ്റ് കിട്ടാൻ ഇതായിരിക്കും. അത് തന്നെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ വന്ന് കയറുന്നത്. പിടിപിടിന്ന് വരുമ്പോഴത്തേന് ഒരു മനുഷ്യൻ്റെ ഇതിൽ ഒരു കാര്യം രണ്ട് ജോലി ഒരു സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. എത്ര ഇതുള്ളവർക്കും ചെയ്യാൻ പറ്റില്ല. ഫോൺ വിളിക്കുകയും വാഹനം ഓടിക്കുകയും ചെയ്യുന്നത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശ്രദ്ധ എങ്ങനെ ആയാലും ഏതെങ്കിലും ഒരെണ്ണത്തിലായി പോകും. അങ്ങനെ ഒരു ഇതിലേ പറ്റുള്ളൂ. അതൊരു കാരണം. മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം ഒരു മൊബൈൽ ഉപയോഗിച്ചായിരിക്കും വരുന്നത്. സത്യത്തിലാണ് നേരം വിളിക്കുമ്പോൾ എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ടാണ് ഏതൊരു ഡ്രൈവറും വണ്ടി എടുക്കുന്നതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഈശ്വരവിശ്വാസം ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ശക്തിയെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എടുക്കുന്നത്. ഒരവിടെ ഒരു ജീവനെ എടുക്കല ഒരു പറ്റല്ല എന്ന് പറഞ്ഞ് തന്നെ നമ്മളൊക്കെ വണ്ടി എടുക്കുന്നു. അപ്പോൾ എതിരെ വരുന്നവരും ആ രീതി വരുമ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി റോഡിലേക്ക് നമ്മൾ ഇങ്ങനെ വണ്ടി പോകുന്ന സമയത്തായിരിക്കും സൈഡിൽ കിടക്കുന്ന വണ്ടി ഒന്നും ഒരു മുന്നറിയിപ്പില്ലാതെ എടുത്തത്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഒരയുന്ന സംവിധാനം ഇത് വരും. അവർ പിന്നെ ഇതായാലും ഒരു ഓട്ടോക്കാരെ സംബന്ധിച്ചോളം അവരങ്ങനെ ഒരു ഇതിലേക്ക് മാറും. അവരുടെ ഈ തെറ്റുണ്ടെങ്കിൽ അവർ സമ്മതിക്കത്തില്ല. അവർ സംഘടിച്ച് അത് ഏത് ഇതായാലും പ്രത്യേകിച്ച് വലിയ ബസ്സുകാർക്ക് വലിയ വാഹനക്കാർക്ക് അത് എതിരായിരിക്കും എപ്പോഴും. നമുക്കെല്ലാ ഇതിനും അങ്ങനെ പൊതുവിലൊരു അങ്ങനെ വരത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള അങ്ങനെ കാണത്തില്ല. എത്ര നമ്മൾ വലിയ അപകടം ഒഴിവാക്കിയാലും നമ്മുടെ ഭാഗത്ത് തെറ്റായിട്ട് എല്ലാവരും ഇല്ല, കുറച്ചും ഇത് ഇപ്പോഴും രക്ഷപ്പെട്ടാൽ തന്നെ അത് ചെറുവാഹനക്കാരുടെ മെടുക്കൊണ്ട് രക്ഷപ്പെട്ടു. വലിയ വണ്ടിക്കാർക്ക് ദോഷമായുള്ള രീതിയിൽ വരത്തുള്ളൂ. അവരുടെ ഇപ്പം ഒരാഞ്ഞതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിൽ നമ്മളൊരു തെറ്റും ചെയ്യാതെ പല കേസുകളിലും പ്രതികളാകുന്നു. ഇപ്പം വാഹനം നോക്കുമ്പോൾ നമ്മുടെ വാഹനം മുട്ടിയിട്ടില്ല, RTO വെഹിക്കിളോ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വാഹനത്തെ മുട്ടിയിട്ടില്ല. പക്ഷെ അവർ ഇൻഷുറൻസിന് 1 മാസം 2 മാസം കഴിയുമ്പോൾ പോലീസ് കേസ് വരുമ്പോഴാണ് നമ്മളറിയാം. പല കേസുകളിലും നിരപരാധികൾ ഞങ്ങൾ ഒന്നുമില്ലെങ്കിൽ അവർ കടന്നുപോയൊരു വണ്ടിയുടെ ഇത് വെച്ചുകൊണ്ട് ഉള്ള കേസ് ഉണ്ടായ ചരിത്രമുണ്ട്. നമ്മൾ അത് എടുക്കത്തില്ല. അല്ലെങ്കിൽ ഒരാൾ കാത്തിരിക്കുന്ന KSRTC-കാരനാ വണ്ടി അങ്ങോട്ട് പോയത്, ആ വണ്ടിയെ തട്ടി വീണാന്ന് പറയും. അങ്ങനെ ഒത്തിരി അനുഭവം. അവർക്ക് കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള സൈഡിൽ ഇത്ര വീതി ഉണ്ടെങ്കിൽ പോലും അവർ റോഡിലേക്ക് ഇറങ്ങിയേ നടക്കത്തുള്ളൂ. അതും അടുത്ത വാഹനം വരുമ്പോൾ എതിരൊരു വണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് വെട്ടിക്കാനൊന്നും പറ്റാത്ത സാഹചര്യം. അങ്ങനെ ഒരു ഇതുണ്ട്. കാൽനടക്കാർ അത് ശ്രദ്ധിക്കുന്നില്ല. മറ്റു വാഹനങ്ങളെ ശ്രദ്ധിക്കാതെ ലക്ഷ്യമായിട്ട് വരുന്നതും ഒരു പ്രശ്നമാണ്. അമിതമായ റോഡിൻ്റെ വീതി കുറവും വാഹനപ്പെരുപ്പവും ഒരു കാരണമാണ്. ഇപ്പോൾ ഈ സമയം വരുന്ന തിരക്ക് കാരണം വാഹനങ്ങൾക്ക് ഇത് പരിഹരിച്ച് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ റോഡിനകത്ത് കൊച്ചു വണ്ടികളിലും എല്ലാം കൂടി ഇതിനകത്ത് ഓടുന്നില്ല. എല്ലാ വാഹനങ്ങളും ഇതിനകത്ത് ഓടണം. സിഗ്നലുകൾ കൈകൊണ്ട് കാണിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം വരുന്നില്ല. എല്ലാം വാഹനത്തെ തന്നെ മിക്കതുമുണ്ട്. പക്ഷെ അതുപോലും കാണിക്കുന്നില്ല. ചില കൈയും ചില പഴയ ഇതിൽ അതും കാണിക്കുന്നില്ല. സിഗ്നലുകൾ ഒന്നും പാലിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലെ ലൈറ്റിൻ്റെ വെട്ടം അതെതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. രാത്രി വാഹനം ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ട്. ബസ് ഭയങ്കര നമ്മുടെ KSRTC സംബന്ധിച്ചിടത്തോളം വാഹനങ്ങൾക്ക് ചെറിയ വെട്ടക്കുറവ് ഇതാണ്. വലിയ വെട്ടം ഇപ്പോഴത്തെ പോലെ സിസ്റ്റങ്ങൾ വലിയ വെട്ടങ്ങളല്ല. പഴയ വണ്ടികൾ ആ രീതിയിലാണ് ഞങ്ങളുടെ ഒരു അനുഭവം. ഇപ്പൊ എതിരെ വരുന്ന വാഹനങ്ങൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ എതിരെ വരുന്ന ബൈക്കിന്റെ വെട്ടം പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാ സർക്കാർ അംഗീകരിക്കാത്ത കുറച്ച് ബൾബുകളും ലൈറ്റുകളും ഒക്കെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. അത് പിടിക്കപ്പെടുന്നുണ്ട്. ചെക്കിങ്ങിലൊക്കെ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും രാത്രി ഡിം ചെയ്യുന്ന ശീലം ഇപ്പോൾ ഒട്ടുമില്ല. 10 പേര് 2 or 3 പേരെ ഒക്കെ ഇങ്ങേറ്റേ ഉള്ളൂ. അതും എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരൊക്കെ അനുഭവം ഇങ്ങനെ പോയിരിക്കുന്നവരെ ആയിരിക്കണം. അല്ലാതെ ചെറുപ്പക്കാരിലൊന്നും റോഡ് നിയമങ്ങൾ പാലിക്കപ്പെടുക എന്നുള്ളതാണ് മെയിൻ. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ വാഹനങ്ങളും ഓപ്പോസിറ്റ് വരുന്ന എല്ലാം റോഡ് നിയമം പാലിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബഹുമാനത്തോടെ വാഹനം ഓടിച്ചാൽ അങ്ങനെ വരുന്ന ഇത് ഉണ്ടാകത്തില്ലെന്നായിരിക്കും. നട്ടും ബോൾട്ടിൽ നിൽക്കുന്ന സംഗതിയാണ്. അത് ഇന്നയാണെന്ന് ആ വാഹനത്തിന് ഇന്ന കാരണങ്ങളാണ് ഇന്ന വാഹനം ഓടുന്നതെന്നുള്ളൊരു
ചിന്ത മനസ്സിൽ വന്നാൽ അത് ഇതായിക്കോളും. എത്ര കോമ്പറ്റീഷൻ പിടിച്ചാന്ന് പറഞ്ഞാലും വാഹനം ഇന്ന നട്ടും പോട്ടെ, ഒരു നട്ടയിൽ പോയാൽ ഇത് പോകുന്നു. ഇതായിരിക്കുന്ന യാത്രക്കാർ ഓരോ കുടുംബത്തിൻ്റെയും നടുതൂണാണെന്നുള്ള മനസ്സിലായി. ഡ്രൈവറുമാണ് യാത്രക്കാരും എല്ലാവരും ഓരോ കുടുംബത്തിൻ്റെ അത്താണിയാണ്. ഓരോ കുടുംബം പോറ്റാനായിട്ടാണ് ഇതിൽ യാത്ര ചെയ്യുന്നതും നമ്മളും ഒരു കുടുംബം ഒന്ന് പോറ്റാനായിട്ടാണ് വരുന്നത്. അല്ലാത്ത ഒത്തിരി രോഗങ്ങൾ ശരീരത്തിന് എടുപിടിയുന്നുണ്ടായി എത്രയോ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നല്ലൊരു അപകടം ഉണ്ടാവും. അല്ലാത്തൊരു നിർത്തിയിട്ട് വാഹനം എത്ര പേരെ ജീവൻ രക്ഷിച്ച് എത്രയോ ഇതുണ്ട്. എന്നിട്ടും സ്റ്റിയറിംഗ് മരിച്ചു വീണ എത്രയോ ഡ്രൈവർമാരുണ്ട് ഉണ്ട്. ഇപ്പോഴത്തെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി അപകടങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഒരു പക്ഷേ മനഃപൂർവ്വം എന്തെങ്കിലും സംഭവിച്ചാന്ന് ഓർക്കുമായിരിക്കും. പക്ഷെ അതല്ലായിരിക്കും. ഒരിക്കലും ഒരു ഡ്രൈവറും മനഃപൂർവ്വം ഒരു അപകടം ഉണ്ടാക്കത്തില്ല. ആരെയും ഒരു